ഐക്യരാഷ്ട്രസഭയുടെ ആ കൂറ്റൻ മന്ദിരം, ലോകത്തിന്റെ ഗതിവിഗതികൾ തീരുമാനിക്കുന്ന അധികാരത്തിന്റെ സ്യൂട്ടണിഞ്ഞ രാഷ്ട്രതലവന്മാർ മാത്രം കയറിയിറങ്ങുന്ന ആ ഇടനാഴികളിലേക്ക് ചരിത്രം വഴിമാറിക്കൊടുത്ത ഒരു ദിനവും ഉണ്ടായിരുന്നു. അതെ, ലോകം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ആ 7 ചെറുപ്പക്കാർ സഗൗരവം നടന്നു കയറുകയാണ്. യുദ്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഉപരോധങ്ങളെക്കുറിച്ചും മാത്രം മുഴങ്ങിക്കേട്ടിരുന്ന ആ ഗാംഭീര്യമുള്ള വേദിയിൽ അവർ സംസാരിച്ചത് ലോകം അതുവരെ കേൾക്കാൻ മടിച്ചിരുന്ന ഒന്നായിരുന്നു. ഒരു തലമുറയുടെ കണ്ണീരിനെ കുറിച്ച്, അവരുടെ നെഞ്ചിലെ ഭയത്തെക്കുറിച്ച്, അവരുടെ തീവ്രമായ ഏകാന്തതയെക്കുറിച്ച്. ആ നിമിഷം കിം നാം ജൂൺ എന്ന ആ 24-കാരൻ ഐക്യരാഷ്ട്രസഭയുടെ പോഡിയത്തിന് മുന്നിൽ വന്നു നിന്നു. ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ആ യുവാവിലേക്കായിരുന്നു. അവന്റെ ശബ്ദം ഒരു നേരിയ വിറയലോടെ, എന്നാൽ ഒരു കൊടുങ്കാറ്റിന്റെ സകല കരുത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കഥ എന്താണെന്ന് എന്നോട് പറയൂ. നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണം. കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിലെ അക്ഷരം കൂട്ടി വായിക്കാൻ മാത്രം അറിയുന്ന കുട്ടികൾക്ക് പോലും സുപരിചിതമായ ആ 7 ചെറുപ്പക്കാരെ ലോകം വീണ്ടും സിംഹാസനത്തിലേക്ക് ക്ഷണിക്കുന്നു. കാതടപ്പിക്കുന്ന നിലവിളികൾക്കിടയിലൂടെ സ്റ്റേജിലെ പുകമറ വകഞ്ഞു മാറ്റി ബാങ്താൻ ബോയ്സ് നടന്നു കയറുകയാണ്. ആരാണവർ? 2013 ആ പഴയ ദിവസങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വമ്പൻ കമ്പനികളുടെ പിന്തുണയില്ലാതെ ബിഗ് ഹിറ്റ് എന്ന കടക്കിണിയിലായ ഒരു കൊച്ചു കമ്പനിയുടെ ഇടുങ്ങിയ ബേസ്മെന്റ് മുറിയിൽ നിന്നാണ് ആരം, ജിൻ, ഷുഗ, ജെ ഹോപ്പ്, ജിമിൻ, വി, ജംഗുക് എന്നീ 7 ചുണക്കുട്ടന്മാർ ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ചത്. തുടക്കത്തിൽ പരിഹാസങ്ങൾ മാത്രമായിരുന്നു അവർക്ക് കൂട്ട്. ഇതൊന്നും വിലപ്പോവില്ല എന്ന് പറഞ്ഞ മുഖത്തടിച്ച വിധികർത്താക്കൾക്ക് മുന്നിൽ പതറാതെ അവർ നിന്നു. പ്ലാസ്റ്റിക് ചിരികൾക്കും റൊമാൻറ്റിക് ക്ലീഷകൾക്കും പകരം അവർ പാടിയത് സ്വന്തം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. യുവത്വത്തിന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും ഒറ്റപ്പെടലിന്റെ വേദനയും സമൂഹമെന്ന രാക്ഷസനെ പറ്റിയും. പിന്നീട് ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ ചരിത്രപ്രസിദ്ധമായ വെബ്ലി സ്റ്റേഡിയം തൊട്ട് ലോസ് ഏഞ്ചൽസിലെ സോഫി സ്റ്റേഡിയം വരെ നിമിഷ നേരം കൊണ്ട് അവർ വിറ്റുതീർത്തു. അമേരിക്കൻ സംഗീതത്തിന്റെ കുത്തകയായിരുന്ന ബിൽബോർഡ് ചാർട്ടുകളും ഗ്രാമീയ വേദികളും കൊറിയൻ യുവാക്കളുടെ കാൽക്കീഴിലാക്കി. ഐക്യരാഷ്ട്രസഭയിലും അമേരിക്കൻ വൈറ്റ് ഹൗസിലും വരെ ആ 7 യുവാക്കളുടെ ശബ്ദം മുഴങ്ങി. പ്രസിഡന്റുമാർക്ക് പോലും ലഭിക്കാത്ത വരവേൽപ്പാണ് ലോകരാജ്യങ്ങൾ അവർക്ക് നൽകിയത്. ഇവരുടെ പാട്ടുകൾ നമ്മുടെ നാട്ടിലെ പലരും വിചാരിക്കുന്ന പോലെ അർത്ഥമില്ലാത്ത കളർഫുൾ ഡാൻസ് മ്യൂസിക് അല്ല. ഓർമ്മയുണ്ടോ സ്പ്രിംഗ് ഡേ എന്ന ഗാനം? ഉർസുല കെ ലെ ഗിന്നിസിന്റെ ദി വൺ ഹു വോക്ക് എവേ ഫ്രം ഒമേലാസ് എന്ന പ്രശസ്തമായ കഥയെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ഗാനം. നിന്നെ കാണാൻ കഴിയാത്ത ഈ മഞ്ഞുകാലം എത്ര നീളമുള്ളതാണ് എന്ന് ജംഗുക് പാടുമ്പോൾ അതൊരു സാർവത്രികമായ വേദനയായി മാറുന്നു. ദസ്തയോവെസ്കിയുടെയോ കാമുവിന്റെയോ നോവലുകളിലെ നായകന്മാരെ പോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ നിസ്സഹായതയായ മരണം, വേർപാട് എന്നിവയെ അവർ പൂക്കളുടെയും വസന്തത്തിന്റെയും രൂപങ്ങളിലൂടെ അവതരിപ്പിച്ചു. ഇനി അരങ്ങിലും അണിയറയിലും മുഴങ്ങുന്ന അരിറങ്ങ് എന്താണെന്ന് നോക്കാം. കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്തിന് വേണ്ടി അവർക്ക് സംഗീതത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. ആരാധകരിൽ നിന്നുള്ള ഈ വേർപാട് ഒരു അരിരാങ് നിമിഷമായിരുന്നു. വേദനയേറിയതും എന്നാൽ അനിവാര്യവുമായ ഒരു യാത്ര. ലോകം മുഴുവൻ കീഴടക്കിയെങ്കിലും തങ്ങളുടെ വേരുകൾ കൊറിയൻ മണ്ണിലാണെന്ന് BTS എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. വരാൻ പോകുന്ന ആൽബത്തിൽ അരിരാങ് എന്ന സങ്കല്പം വരുന്നുണ്ടെങ്കിൽ അത് തങ്ങൾ അനുഭവിച്ച കാത്തിരിപ്പിനെയും ഇനി വരാൻ പോകുന്ന പുതിയ വസന്തത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരിക്കും. എന്താണ് അരിരാങ്? കൊറിയയുടെ അനൗദ്യോഗിക ദേശീയ ഗാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് അരിരാങ്. ഏകദേശം 600 വർഷത്തോളം പഴക്കമുള്ള ഈ നാടോടി ഗാനം കൊറിയൻ സംസ്കാരത്തിന്റെ ആത്മാവാണ്. അരിരാങ് മലനിരകൾ കടന്നു പോകുന്ന ഒരാളുടെ വിരഹത്തെയും വേദനയെയും അതിജീവനത്തെയുമാണ് ഇതിലെ വരികൾ സൂചിപ്പിക്കുന്നത്. മുൻപത്തേക്കാൾ ശക്തരായി അവർ വീണ്ടും വന്നിരിക്കുന്നു. സ്റ്റേജിലെ വെളിച്ചം അണയുകയും പുതിയ പാട്ടിന്റെ ആദ്യത്തെ ബീറ്റ് സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ആർമിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഇത് വെറുമൊരു മ്യൂസിക് ബാൻഡ് അല്ല, ഇത് പലരുടെയും ജീവനാണ്. സങ്കടങ്ങളിൽ തോളിൽ കൈയിട്ട് ആശ്വസിപ്പിച്ച ചങ്ങാതിയാണ്.